അതിശക്തമായിട്ടുള്ള സമരം അതിങ്ങനെ ആളിക്കത്തി പടരുകയാണ്. കാറ്റ് കൊടുങ്കാറ്റായി എന്നൊക്കെ പറയുന്ന പോലെ പാറ്റകൾ പറന്നൊരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കുന്ന കാഴ്ചകൾ രാജ്യം സാക്ഷ്യം വഹിക്കുകയാണ്. CJP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ നിലപാടിൽ അയവ് വരുത്തുന്നു കേന്ദ്ര സർക്കാർ. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ നാളെ ഉച്ചവരെ സമയം തേടിയിരിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് 3:30 വീണ്ടും ചർച്ച നടത്തും. രാജി ഉണ്ടായില്ലെങ്കിൽ 30-ാം തീയതി വീണ്ടും പ്രക്ഷോഭം തുടങ്ങാനാണ് CJPയുടെ നീക്കം. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. രണ്ടാം വട്ട ചർച്ചയിലും സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ല എങ്കിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിനായുള്ള ഒരുക്കത്തിലായിരുന്നു CJPയും വിദ്യാർത്ഥികളും. എന്നാൽ രണ്ടാം വട്ട ചർച്ച ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടത്തണമെന്ന ആവശ്യത്തിന് മുൻപിൽ 2 ദിവസം കാത്തിരുന്നെങ്കിലും കേന്ദ്ര സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടന്ന ചർച്ച 2 മണിക്കൂറാണ് നീണ്ടുനിന്നത്. CJPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സൗരവ് ദാസും അശുതോഷ് റാങ്കയും ചർച്ചയിൽ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ജിതേന്ദ്ര സിംഗും JP നഡ്ഡയുമായിരുന്നു ഇവിടെ എത്തിയ മന്ത്രിമാർ. ചർച്ചയിൽ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച 3 ആവശ്യങ്ങളിൽ 2 ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു. മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം. വിദ്യാർത്ഥികൾക്കെതിരെ പ്രതിഷേധത്തിന്റെ പേരിൽ കേസുകൾ എടുക്കരുത്. ഈ 2 ആവശ്യങ്ങളും അംഗീകരിച്ചതായി കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളെ രേഖാമൂലം അറിയിച്ചു. कॉम्पनसेशन एंड FIRs का विड्रॉल और सॉवरेन गारंटी कि ऐसा फ्यूचर में भी FIRs फाइल ना हो, उस पे सरकार ने पॉजिटिव साइन दिखाया. ഇനിയും ചർച്ചയെന്ന് പറഞ്ഞ് വലിച്ചു നീട്ടാനാകില്ല എന്ന നിലപാട് വ്യക്തമാക്കുകയാണ് അഭിജിത് ദീപ്കെ. നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടായില്ല എങ്കിൽ രാജ്യവ്യാപക സമരത്തിനൊരുങ്ങുമെന്നും അഭിജിത് ദീപ്കെ മുന്നറിയിപ്പ് നൽകി. अगर धर्मेंद्र प्रधान का इस्तीफा नहीं होता है तो कहीं ना कहीं नरेंद्र मोदी जी की कुर्सी पर भी सवाल उठेगा. फिर നാളെ നടക്കുന്ന ചർച്ചയിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ അന്തിമ തീരുമാനവും മന്ത്രിമാർ CJP വക്താക്കളെ അറിയിക്കും. മന്ത്രി രാജിവെക്കുന്നതുവരെ സമരം തുടരാൻ തന്നെയാണ് CJPയുടെ തീരുമാനം. ക്യാമറമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.